നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയാണ്. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് തൈരാണ്. ഒരു 1/4 കപ്പ് തൈര് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ വേവിച്ചെടുക്കാം. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സ്ലൈസ്ഡ് ആയിട്ടുള്ള പൈനാപ്പിൾ കാനിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൈനാപ്പിൾ അല്ല. അപ്പോൾ ആ പൈനാപ്പിളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് പൈനാപ്പിൾ വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, പൈനാപ്പിൾ വെന്ത് വരുന്നവരെ. അപ്പോൾ പൈനാപ്പിൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമില്ലാത്ത മുന്തിരി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തൈര് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൾസിലിട്ട് കറക്കി എടുത്തതാണ്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. താളിച്ചെടുത്തിരിക്കുന്ന താളിപ്പ് പൈനാപ്പിൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി റെഡിയാണ്. ഞാൻ ഇങ്ങനെയാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്